ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗോണിയെക്കുറിച്ചാണ്. ബിഗോണിയ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ബിഗോണിയയുടെ കെയർ എങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് എൻ്റെ ഒരു കെയറിനെ കുറിച്ച് പറയാം. എൻ്റെ റൊട്ടീൻ എങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ഈ പറയുന്ന ബിഗോണിയ എപ്പോഴും നടുമ്പോൾ നമ്മൾ മണലിൽ തന്നെ നടുക. ഒരുപാട് വളമൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ ബിഗോണിയ ഉറപ്പായിട്ടും നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു മണലിൽ നടുക. ഗ്രാജ്വലി നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഓർഗാനിക് ഇട്ട് കൊടുത്താൽ, അതായത് നന്നായിട്ടൊന്ന് വളർന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഓർഗാനിക്കോ നോൺ ഓർഗാനിക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് വളം ചെയ്യാവുന്നതാണ്. പക്ഷേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പൊടിച്ച് കിട്ടണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മണലിൽ തന്നെ നട്ട് വെക്കുക. ഇതുപോലെയൊക്കെ ആയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ടത്തോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉള്ളിത്തോലൊക്കെ പൊടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും നിങ്ങൾക്ക് ഏത് വളമാണെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം, പൊടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം ഇടാവുക. ആദ്യം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, മണലിൽ നടുക. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കെയറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ കൊണ്ട് എന്ത് ചെയ്യണം, നേരെ കൊണ്ട് വെയിലത്ത്, ബിഗോണിയ ഒരിക്കലും വെയിലത്ത് വെക്കല്. ബിഗോണിയ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. ബിഗോണിയ എന്ന് പറയുന്നത് വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു തണലത്ത് ഷെയ്ഡിൽ വളർത്തേണ്ട ചെടിയാണ് ഇതെന്ന് പറയുന്നത്, ബിഗോണിയ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വെയിലത്താണ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കരിഞ്ഞു വരും, ഇലയൊക്കെ നല്ലതായിട്ട് കരിയും. നമ്മൾ അഗ്ലോണിമ പോലെയൊക്കെയാണ് ബിഗോണിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെയിലത്ത് വെക്കാനായിട്ട് പാടില്ല. ഇതെന്ത് ചെയ്യണം, തണലത്ത് തന്നെ വെക്കുക, ബിഗോണിയ വെക്കുക. അതുപോലെ മണലിൽ നടുക, അതുപോലെ തണലത്ത് വെക്കുക. വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ബിഗോണിയ എന്ന് പറഞ്ഞു. വെയിൽ വെക്കുവാണെങ്കിൽ ഇത് ഇലയൊക്കെ ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില വെറൈറ്റിക്ക് നമുക്ക് ഞാൻ നോക്കിയിട്ട് വെയിലൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളത് നോക്കണം, ഏതാണ് പറ്റിയതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ വെക്കാനായിട്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, തണലിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ സൈഡ് ഒരു വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെയിൽ നോക്കുക. വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ ഓക്കെ, അല്ലാത്തതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിലത്ത് വെക്കാതെ ഇരിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് ബുഷിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് അടുത്ത പോട്ടിലോട്ട് മാറ്റുക. കാരണം ഈ ഇലയൊക്കെ നല്ല വലിയ സൈസ് ഇലയൊക്കെ ആവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോട്ടൊന്ന് മാറ്റി നടുക. പോട്ട് മാറ്റി നടുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക, മണൽ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബിഗോണിയയുടെ ഈ ഒരു താഴെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് എപ്പോഴും വൃത്തിയാക്കി തന്നെ വെച്ചേക്കുക. ചെറിയ ചെറിയ ചെടിയൊക്കെ വരുന്നതൊക്കെ എന്ത് ചെയ്യുക, അതായത് പുല്ലൊക്കെ മുളയ്ക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് കളയുക. അതാണ് അടുത്തൊരു കെയറായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബിഗോണിയയുടെ പ്രൊപ്പഗേഷനാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇലേനെ ഒടിച്ചിട്ട് കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൈകൾ ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ തൈകൾ കണ്ടല്ലോ, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് തണ്ട് മാറ്റി നട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇതിന് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, മണൽ തന്നെ ആദ്യം നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാണ്ട് ഓവർ വളം ഇട്ടിട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും ബിഗോണിയ നടാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, മണലെടുക്കണം. ഇതാണ് മണൽ, കേട്ടില്ല. ഇതുപോലത്തെ നിങ്ങൾക്ക് കിട്ടുന്ന മണൽ എടുക്കുക. ഓവറായിട്ടുള്ള വളമൊന്നും ആഡ് ചെയ്യരുത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് മണലിൽ ഒന്ന് നട്ട് വയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ടൊക്കെ വന്നതിന് ശേഷം, അത് നന്നായിട്ട് പൊടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാകും, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വളം ആഡ് ചെയ്യുക. അത് ഓർഗാനിക് നമ്മൾ വീട്ടിലുള്ളത് തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ഇല എടുക്കുക. ഞാനിപ്പോൾ എന്ത് ചെയ്യണേ, ഈ ഇല എടുക്കുകയാണ്, കട്ട് ചെയ്ത് തന്നെ എടുക്കുകയാണ്. ശരി, ഈ ഒരു ഇല എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട്
നല്ലൊരു ഇല നോക്കി എടുക്കാനേ. ഓക്കെ, നല്ലൊരു ഇല തന്നെ നോക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇല വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിലും ബ്ലേഡാണെങ്കിലും എങ്ങനെ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടുള്ള, അതായത് അണുനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ ആ ചെടിയും പോകും, നമ്മൾ ഈ ഇലയും പോകും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ രീതി. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടും ഇതിൻ്റെ പകുതിയായിട്ട് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത്. ഞാൻ ചട്ടിയിൽ ഇതുപോലെ പൊടിപ്പിച്ചത് കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, ചട്ടിയിൽ ഞാൻ ഇതുപോലെ ഇതിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചതാണ്. ചട്ടിക്കകത്ത് പൊടിച്ചു വന്ന് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ട് തണ്ട് വെച്ചിട്ട് പൊടിപ്പിച്ചതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ റീപോർട്ട് ചെയ്യുന്നതാണ്. അപ്പം റീപോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബിഗോണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നോർമലായിട്ടുള്ള ഗാർഡൻ സോയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലധികം വളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നോർമലായിട്ട് ഇവിടെ ചെടിയുടെ താഴെ കിടന്നിട്ടുള്ള കുറച്ച് മണ്ണാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, കല്ലൊക്കെ എന്ത് ചെയ്തു താഴെ എടുത്തിട്ട് ചെടിയുടെ ഈ ഒരു ചെടിച്ചട്ടിലിട്ടിട്ടുണ്ട്. ഇത് മണ്ണൊക്കെ എന്തിയാണ് നിറയ്ക്കുകയാണ്. നമ്മൾ എല്ലാ ചെടിയും നടുന്ന പോലെ തന്നെയാണ് ഇതിലും നമ്മൾ നടുന്നത്. വളമൊന്നും ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും വളം നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് ചെടിയാണ് നമ്മുടെ പ്രധാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെടി എടുക്കുവാണ്. അടുത്ത് നമ്മൾ ചെടി എടുക്കുകയാണ്. നമ്മളെപ്പോഴും കൈ ഇവിടെ വെച്ചിട്ട് വേണം എന്തെങ്കിലും ചെടി എടുക്കാനായിട്ട്. ചെടി എന്ത് ചെയ്യുക, അതേപടി വെക്കുകയാണ് നമ്മൾ. അതേപടി ചെടിയെടുത്ത് ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മണ്ണും കൂടെ എന്ത് ചെയ്യുക, അതിന് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ നോർമലി എല്ലാ ബിഗോണിയക്കും ചെയ്ത് കൊടുക്കാറ്. നമ്മൾ ആദ്യം വളമൊന്നും ആഡ് ചെയ്യത്തില്ല, പിന്നീട് നമ്മൾ വളം ആഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ മാക്സിമം ഏറ്റവും കൂടുതൽ മണൽ ഉള്ള മണ്ണാണ് സെലക്ട് ചെയ്യാറുള്ളത്. ബിഗോണിയക്ക് മണലാണ് നല്ലതെന്ന് പറയുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നടാനൊക്കെ മണലാണ് നല്ലത്. അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഓക്കെ, ഇതാണ് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പം നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമായി, ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബിഗോണിയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനലൊന്ന് മാക്സിമം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.